73,000 രൂപയോളം അപ്രൂവ് ആയ ഒരു അടിപൊളി RBI രജിസ്റ്റേർഡ് NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ പറയാം, ഇതെനിക്ക് അപ്രൂവ് ആയ ലോൺ എമൗണ്ട് അല്ല. എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിപ്പോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൽ ഫ്രണ്ടിനെ കൊണ്ട് അപ്ലൈ ചെയ്തപ്പോൾ അവനാണ് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. 73,000 അപ്രൂവ് ആയി. ടോട്ടൽ റീപേ ചെയ്യേണ്ടത് 87,000 ആണ്. 18 മാസം ടെന്യൂറിലാണ് ലോൺ അപ്രൂവ് ആയിട്ടുള്ളത്. സോ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, ഏതാണ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. 4.5 റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷനിൽ അവർ 5 ലാക്ക് വരെ 5 ലക്ഷം വരെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ടെന്യൂർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നമുക്ക് 48 മാസം, 12 മാസം തൊട്ട് 48 മാസം ടെന്യൂറിലാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് നമുക്ക് 18 തൊട്ട് 30% വരെയാണ് വരുന്നത്. നോർമൽ ലോൺ ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് വരുന്നത്. പ്രോസസ്സിംഗ് ഫീസ് നമുക്ക് 3 തൊട്ട് 5% വരെയാണ് വരുന്നത്. ഒരു ലോൺ എക്സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ വരുവാണെങ്കിൽ RBI രജിസ്റ്റേർഡ് NBFC ആണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ താഴെ വരുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ സൈഡിൽ വെച്ച് തരാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് പ്രിഫർ എന്നാണ്. ഓൾമോസ്റ്റ് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. 2020 ലോഞ്ചായ ആപ്ലിക്കേഷനാണ്. ഓൾമോസ്റ്റ് 6 ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. സോ നല്ല ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം നല്ല സിബിൽ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു എമൗണ്ട് അപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചിട്ടാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ശേഷം OTP കൊടുത്ത് വരുമ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കും. പെർമിഷൻ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പെർമിഷൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അവിടെ ഗെറ്റ് ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ അപ്ലൈ ആവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ പാൻ കാർഡിന് നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. പാൻ കാർഡിന് നമ്പർ കൊടുക്കുമ്പോൾ കൺഫേം യുവർ ഡീറ്റെയിൽസിൻ്റെ അവിടെ നിങ്ങളുടെ പിൻകോഡ്, ലോൺ എമൗണ്ട്, എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, മന്ത്ലി ഇൻകം, ഇമെയിൽ പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് തെറ്റാണ്ട് കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്ത് ഗെറ്റ് ലോൺ ഓഫറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു ലോഡിംഗ് പോലെ കാണിക്കും. അവിടെ നമുക്ക് അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് കാണാനായിട്ട് സാധിക്കും. ഒന്നുകിൽ ആപ്ലിക്കേഷൻ അവിടെ നിന്ന് റിജക്റ്റ് ആയി പോകും, അല്ലെങ്കിൽ ഇവിടെ 23,000 അപ്രൂവ് ആയിട്ട് വരും. ശേഷം ഇവിടെ 18 മാസം വരെ കാണിക്കുന്നുണ്ട്. നമുക്ക് മിനിമം 51,000 തൊട്ട് എടുക്കാം, 51,000 തൊട്ട് 23,000 വരെ എടുക്കാം. ഏതാണെങ്കിലും നമുക്ക് 18% ടെന്യൂർ വരുന്നത്. എത്ര EMI അവിടെ വരുന്നുണ്ടെന്ന് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് ആവശ്യം ആ എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ ടെന്യൂർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെന്യൂർ സെലക്ട് ചെയ്തിട്ട് വ്യൂ ലോൺ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത പേജ് വരും. അവിടെ ലോൺ എമൗണ്ട്, പ്രോസസ്സിംഗ് ഫീ, EMI പ്രൊട്ടക്ഷൻ ഫീ, അതർ ചാർജസ്, ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് പോലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കും. നമുക്ക് EMI പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ക്ലോസ് ചെയ്തിടാം. ശേഷം നമുക്ക് ടോട്ടൽ റീപേ ചെയ്യേണ്ട എമൗണ്ട് 87,000 ആണ്. നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന 67,000 ആണ്. ഓൾമോസ്റ്റ് ഒരു 19,900, 19,800 സംതിങ് ടോട്ടൽ റീപേയ്മെൻറ്റ് വരുന്നുണ്ട് 18 മാസത്തേക്ക്. 1.5 കൊല്ലം കൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ടാണ് എക്സ്ട്രാ കയ്യിൽ നിന്ന് ചിലവാകുന്നത്. നിങ്ങൾക്ക് അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ നിൽക്കണ്ട. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ആരും എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. സോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്ത പേജ് നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നിങ്ങളുടെ എന്തിനാണ് ലോൺ പർപ്പസ്, പിന്നെ കറണ്ട് അഡ്രസ്സ്, റെസിഡൻസ് അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറയും. ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്ത് കമ്പനി ഡീറ്റെയിൽസിൻ്റെ അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയും. ഈ കാര്യങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോവുക. വർക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ സെൽഫി ആഡ് ചെയ്യാനായിട്ട് പറയും. ആ സെൽഫി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ ആധാർ കാർഡിന് നമ്പർ കൊടുക്കുക. ആധാറായിട്ട് ലിങ്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP കൊടുത്തുകൊണ്ട് ആധാർ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈനാച്ച് ഓട്ടോമാറ്റിക്കലി EMI ഡെബിറ്റ് ആവുന്ന പരിപാടിയുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറയും. എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലേക്ക് ഫണ്ട് ഒരു 24 to 48 ഹവേഴ്സിനുള്ളിൽ ക്രെഡിറ്റ് ആയിക്കോളും. ശേഷം എന്നാണ് EMI ഡേറ്റ്, നിങ്ങൾ EMI ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങളുടെ എഗ്രിമെൻറ്റിൽ കാണാനായിട്ട് സാധിക്കും. സോ എഗ്രിമെൻറ്റ് തറവായിട്ട് നോക്കിയിട്ട് സൈൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ നിങ്ങളുടെ EMI ഡേറ്റ് അന്ന് കട്ടായിക്കോളും. തലേദിവസം അക്കൗണ്ടിൽ ഫണ്ട് കീപ്പ് ചെയ്താൽ മതി. നല്ല ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും അത്രയ്ക്ക് പെട്ടെന്ന് അപ്രൂവൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. പക്ഷേ അപ്രൂവൽ കിട്ടിയാൽ അത്യാവശ്യം നല്ല എമൗണ്ട് നല്ല ടെന്യൂറിലേക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ട്രൈ നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്ലൈ ചെയ്ത് കിട്ടിയവർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.